ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്കൊരു നാടൻ ഊണ് തയ്യാറാക്കിയാലോ. ചോറിൻ്റെ കൂടെ രസവും ബീൻസ് തോരനും മീൻ വറുത്തതും മാങ്ങ അച്ചാറുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉണക്കിയ മാങ്ങ വെച്ചിട്ടാണ് അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഊണ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഓരോന്നായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൽ മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കണം. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങാ നീരാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഏകദേശം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നാരങ്ങാ നീരിന് പകരം വിനാഗിരി ഉപയോഗിച്ചാലും മതി. ഇത് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് രസം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ രസം തയ്യാറാക്കുന്നതിന് ആദ്യം കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയുമാണ് ഇപ്പോൾ ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയത്. ഏകദേശം 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 5 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ രസം തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മിക്സിയിൽ അരച്ചെടുത്ത കൂട്ടാണ്. ഇനി ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കൂട്ട് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഈ രസം പല രീതിയിലാണ് പല സ്ഥലങ്ങളിലും തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഒരു വലിയ തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ചെറുതാണെങ്കിൽ 2 ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി വഴറ്റി ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. തക്കാളി ഇപ്പോൾ പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ കുറച്ച് പുളി ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ കുതിർത്ത് വെച്ചിരുന്നു. പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായം പൊടിച്ചതും കൂടി ചേർക്കാനുണ്ട്. ഏകദേശം 1/4 ടീസ്പൂണിനടുത്ത് കായം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസം ഇവിടെ റെഡിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കണം. അപ്പോൾ അതിനു വേണ്ടി ബീൻസ് ഇവിടെ കട്ട് ചെയ്ത് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ്സിനും താഴെയാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം തീ ഏറ്റവും കൂട്ടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം.
ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് മീനൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നതിൻ്റെ കുറച്ച് മീൻ ബാക്കിയുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ വറുക്കാനായിട്ട് എടുത്തത്. ഇപ്പോൾ മീൻ ഇവിടെ ഏകദേശം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തോരനൊന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. സവാള നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ തേങ്ങയൊന്നും മിക്സിയിൽ അരച്ചെടുക്കുന്നില്ല. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചെറുപയർ തോരൻ്റെ റെസിപ്പിയിലാണെന്ന് തോന്നുന്നു ആരോ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ മിക്സിയിൽ അരയ്ക്കാതെ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതിയാകും. അപ്പോൾ മിക്സിയിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിനൊക്കെ അത് വളരെ എളുപ്പമാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീൻസ് വേവിച്ചെടുക്കുന്ന സമയത്ത് 1/4 ഗ്ലാസ്സിലും താഴെയാണ് ഞാൻ വെള്ളം ചേർത്തത്. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാനാണ്. ഇതിൽ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കില്ല. ഞാൻ മെഴുക്ക് പുരട്ടിയും തോരനും ഒക്കെ തയ്യാറാക്കാനായിട്ട് ഇത് സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നാടൻ ഊണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.